പാതാളത്തോളം ഞാൻ താഴുമ്പോഴും നാഥ അവരെല്ലാം ഉയരാനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഗോസ്പൽ അവസാനിക്കുന്നത് വളരെ മനോഹരമായൊരു വചനം പറഞ്ഞിട്ടാണ്. ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ലായിരുന്നു. ജീവിതത്തെയും മരണത്തെയും ഇത്ര ഒരുക്കത്തോടെ ഈ ഭൂമിയിൽ കണ്ട ഒരാളെ ഇനി കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നു. മിശിഹ വരുമെന്ന് കാലങ്ങളോളം കാത്തിരുന്ന് മനുഷ്യർ പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് മിശിഹ വന്നത്. ഇനി മിശിഹ ഭൂമിയിൽ വന്നതിരിക്കട്ടെ, ഇനി മരണത്തെക്കുറിച്ചോ വളരെ കൃത്യതയുടെ ഒരുക്കത്തോടു കൂടി ആ ദിവസത്തെ കാത്ത് ആ ദിവസത്തിന് വേണ്ടി തന്നെ ഒരുക്കി വളരെ മനോഹരമായി ഒരു രാജകീയമായി ക്രിസ്തു മരണത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ 3 പ്രാവശ്യം അവൻ മരണത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറയില്ലായിരുന്നല്ലോ. യേശുവിന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തതയുണ്ടായിരുന്നു. ഇനി എന്ത് നടക്കണമെന്നും വ്യക്തതയുണ്ടായിരുന്നു. അങ്ങനെ മരണത്തെ ഒരു ആഘോഷമാക്കിയ ഒരു ക്രിസ്തു ആ മരണത്തിലൂടെ ഈ ഭൂമിക്ക് നേടിത്തന്നത് രക്ഷയാണ്. പക്ഷേ ഈ രക്ഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. യേശുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഒരുക്കത്തോടു കൂടിയാണ് യേശുവിലേക്ക് പ്രവേശിക്കുന്നത്. അവർ യേശുവിനെ പിടിച്ചു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവന് സമയമായപ്പോൾ അവൻ അവരുടെ മുമ്പിൽ പിടിക്കാതെ നിന്നുകൊടുത്തു എന്ന് പറയുന്നതല്ലേ നല്ലത്. കാരണം യേശുവിന് പലപ്പോഴായി അവർ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ യേശു അവരിൽ നിന്ന് തെന്നി മാറിപ്പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയും യേശുവിനൊരു സാധ്യതയുണ്ട്. ഗെത്സമനി തോട്ടത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന് വേണമെങ്കിൽ ഒളിച്ചോടിയൊക്കെ പോകാമായിരുന്നു. യേശുവിന് യൂദാസ് അറിയാത്തൊരു സ്ഥലത്ത് നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യൂദാസിന് യേശുവിന് ഒറ്റുകൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. ഇങ്ങനെ രക്ഷപ്പെടാൻ പോസിബിലിറ്റികൾ അനേകമായിരിക്കുമ്പോഴും യേശു ആ പോസിബിലിറ്റികൾ യൂസ് ചെയ്തില്ല. മറിച്ച് അവൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടായിരുന്നു. ആ പോസിബിലിറ്റിയുടെ പേരാണ് കുരിശുമരണം. അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി, ആ നാളിന് വേണ്ടി അവൻ തന്നെ ഒരുക്കി. പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി, ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്തിട്ട് പോയി. പ്രിയമുള്ളവരെയും, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വരി നമ്മൾ ഓരോരുത്തരെയും സ്ട്രൈക്ക് ചെയ്യണം. യേശുവിൻ്റെ കല്ലറയുടെ മുകളിൽ എഴുതി വെച്ച മനോഹരമായ പീലാത്തോസിൻ്റെ ആ വാചകം പോലെ ഒന്നുകൂടി എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ലായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ആ അന്തസത്തെ വചനം ഒറ്റ വാക്കിൽ വ്യക്തമാക്കിയത്. അവൻ്റെ സമയത്ത് മാത്രമേ മനുഷ്യർക്ക് അവനെ കുറ്റവാളിയാക്കി ആരോപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത്രയും കാലം അത് മനുഷ്യരുടെ കാര്യങ്ങളിലല്ല. പ്രിയമുള്ളവരെ, ഇത് നമുക്കൊരു സാധ്യതയാണ്. യേശു തൻ്റെ മരണത്തെ ഒരു പ്രിപ്പറേഷനിലൂടെ എങ്ങനെ അഭിമുഖീകരിച്ചുവോ അത് നമ്മുടെ ജീവിതത്തിലും സാധ്യമാക്കണം. ജനനത്തെയും മരണത്തിനും ഇടയിൽ ക്രിസ്തു ആഘോഷമാക്കിയത് ഒരുക്കങ്ങളോട് കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു ഒരുക്കം അത്യാവശ്യമാണെന്ന് തോന്നുന്നില്ലേ? എന്ത് മനോഹരമായിട്ടാണ് ഒരാൾ സുൽത്താനെ കണക്ക് മരണത്തിലേക്ക് പ്രവേശിച്ചു പോയത്. അവിടെ അവൻ കുതറി മാറിയില്ല, അവിടെ അവൻ കരഞ്ഞ് നിലവിളിച്ചില്ല, അവിടെ അവൻ ആരുടെ മുമ്പിലും മരണശിക്ഷയ്ക്ക് വിധിക്കരുത് എന്ന് അപേക്ഷിച്ചില്ല. മറിച്ച് അവൻ രാജകീയത്തോടെ ഒരു മരണശിക്ഷയിലേക്ക് കടന്നുപോയി. ഒരുക്കങ്ങളോടുകൂടി എന്തിനേയും കാണുന്നവർക്ക് ഇങ്ങനെയൊന്നും പോകാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുന്നത്. സമയം എന്നാണെന്ന് നമുക്കറിയില്ല, പക്ഷേ നമുക്കും ഒരു കാര്യം വ്യക്തതയുണ്ടാകണം. നമ്മുടെ സമയം ആകുന്ന സമയത്ത് അത് ഒരുക്കത്തോടു കൂടിയുള്ള ഒന്നായിരിക്കണം. അത്രയും കാലം നമ്മളെ ആരും പിടിക്കില്ല. ആ പിടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മരണത്തിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു സമയമുണ്ടല്ലോ, അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കി മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. ചരിത്രം പഠിപ്പിക്കുന്നത് വിശുദ്ധരൊക്കെ മരണത്തിലേക്ക് ഒരുങ്ങിപ്പോയവരെന്നാണ്. അങ്ങനെ മരണത്തെ ഒരുങ്ങി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാനാരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ഞാനാരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം.
മരണം പോലപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളി പറഞ്ഞുവെന്നെ. കൊല്ലപ്പെടാനുള്ള കുഞ്ഞാടിനെ പോലെ പരിഹാസമേറ്റങ്ങു നിന്നുപോയി ഞാൻ. ജീവിച്ചിരിപ്പുണ്ടോ എന്നു പോലുമൊന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല. പാതാളത്തോളം ഞാൻ താഴുമ്പോഴും നാഥ അവരെല്ലാം ഉയരാനായി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന മാത്രമാശ്വാസം. പാദം കഴുകി നമസ്കരിച്ചോർ തന്നെ എന്നെ ചവിട്ടി കടന്നുപോയി. ഒരുമിച്ചൊരേ മേശയിൽ പങ്കുചേർന്നവർ ദൂരെ നിന്നെൻ കണ്ണീരാഘോഷിച്ചു. നന്ദിയാൽ ഒരുപാടു സ്തുതി പാടിയോർ തന്നെ നിന്ദനം കൊണ്ടെൻ്റെ മനം തകർത്തു. നന്മയവർക്കും ഞാൻ നേരുന്നെൻ ദൈവമേ, നന്ദി ചൊല്ലുന്നെല്ലാം ഓർത്ത്. ഞാനാരോടിതെല്ലാം പറയും? പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും? പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ല ആരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം.